and welcome to Super Prime Time Live Show 3 in 1 in association with Talrope and Time Express Cargo. And our gift sponsored by Crocodile Park Dubai, Al Majlis Restaurant and Green Olives Beauty Salon. Yes. The special gift hamper from Uchala. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്, മിഡ് ഓഫ് ദ വീക്ക് ആണ് അല്ലേ റിനു? അപ്പൊ ഇന്ന് 3 in 1 ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ സുജീത. ഇറ്റ്സ് മീ റിനു ഹിയർ. എനിക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി ഞാൻ നമ്മുടെ UBL ഫാമിലിയിലേക്ക് വന്നിട്ട് അതിന്റെ ഒരു ചെറിയ ഒരു ഇടയ്ക്കിടയ്ക്ക് കാണണ്ടാവുമായിരുന്നു. അതെ. അപ്പൊ എന്തായാലും വീണ്ടും നമ്മുടെ പ്രേക്ഷകരിലേക്ക് തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇന്നൊരു ബുധനാഴ്ച നമ്മുടെ എപ്പിസോഡ് തുടങ്ങുകയാണ്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. 7:30 to 8:30 നമ്മൾ ഉണ്ടായിരിക്കും. നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്? നമ്മളെ വിളിച്ച് ആൻസർ ചെയ്യുന്നവർക്ക് എന്തായിരിക്കും നമ്മൾ ദുബായ് ക്രൊക്കഡൈൽ പാർക്കിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. അത് എന്താന്ന് വെച്ചാൽ ദുബായ് ക്രൊക്കഡൈൽ പാർക്കിന്റെ ഒരു കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് വിന്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. അയാൾക്കായിരിക്കും കപ്പിൾ ടിക്കറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ അൽ മജ്ലിസിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചറിൽ എന്താണ് വെർത്ത് അതിനുള്ള ഫുഡ് കഴിക്കാം. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രില്ലാണ്, ലൈവ് ഗ്രില്ലാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ലൈവ് ഗ്രില്ലാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്. ഫിഷ്, കിടിലൻ ഫുഡാണ്. എപ്പോഴും പോയിട്ട് കഴിക്കുന്ന ഒരാളായതുകൊണ്ടാണ് കൂടുതൽ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുജീനെ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഒലിവ് സലൂൺ ഇന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒന്നാണ് സലൂൺ എന്ന് പറയുന്നല്ലേ. പണ്ടൊക്കെ ലേഡീസിനായിരുന്നു അവിടേക്ക് പോകാനുള്ള പോയിക്കൊണ്ടിരുന്നതായാലും നമ്മൾ ത്രെഡിങ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ഫുൾ എല്ലാവരും ഒരു ബോഡി പോളിഷിംഗ് എന്ന് തന്നെ പറയാം. നമ്മുടെ എങ്ങനെയാണ് നമ്മളൊരു ബോഡി കെയർ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത് ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് സലൂൺ. അപ്പോൾ അത് നമ്മുടെ ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂൺ ഒരുപാട് കാലമായി നമ്മുടെ കൂടെ ഉള്ളവരാണ്. നല്ലൊരു സർവീസാണ് ഇവരുടേത്. അപ്പോൾ ഷാർജയിലാണ് ലൊക്കേഷൻ. ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂണിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും. ഇനി ഇവിടെ വന്നിട്ട് ഈ ഗിഫ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഉജാലയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഉണ്ടായിരിക്കും. അതും നമ്മുടെ കൂട്ടത്തിൽ ഈ നടുക്ക് വന്നിട്ട് ഷോ ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം കൂടെ എനിക്കൊരു സന്തോഷം കൂടെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരൊക്കെ എന്താ പറയാ, എല്ലാവരും ഓൺടർപ്രണേഴ്സ് ആണല്ലോ. അപ്പൊ ഈ ബിസിനസ് എല്ലാം നടത്തി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു UBL ബിസിനസ് സമ്മിറ്റ് വരുന്നുണ്ട്. അത് നാളെയാണ് 6:30 to 9:30 നമ്മുടെ ക്രൗൺ പ്ലാസ ദുബായിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു UBL ബിസിനസ് സമ്മിറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ടാൽറോപ്പ് നടക്കാൻ പോകുന്നത്. നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. സോ ഇതിൽ സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നത് മിസ്റ്റർ ഫൈസൽ റഹ്മാൻ, ദ ബിസിനസ് കോച്ച് ആൻഡ് ഓതർ ആണ് ഫൈസൽ റഹ്മാൻ ഫ്രം പ്രോഫിറ്റ് ജനറേറ്റർ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചെയർമാൻ ഡോക്ടർ ബിബി ജോൺ. പിന്നെയുള്ളത് ജോൺസ് ജോസഫ്, ഡയറക്ടർ ആൻഡ് CEO ഓഫ് ടാൽറോപ്പ്, COO ഓഫ് ടാൽറോപ്പ്. പിന്നെ മിസ് റീം ഖാൻ ഉണ്ട്, ഡയറക്ടർ ഓഫ് GCC ഓപ്പറേഷൻസ് ഓഫ് ടാൽറോപ്പ്. അപ്പോൾ ഇവരെല്ലാവരും ആയിരിക്കും നാളത്തെ സ്പീക്കേഴ്സ്. മറക്കണ്ട, ക്രൗൺ പ്ലാസ ദുബായിൽ വെച്ചിട്ടാണ്. ദേറ 6:30 to 9:30 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഡിസ്കഷൻ ടോപ്പിക്സ് എന്നും കൂടെ പറയാം. ബിക്കോസ് കൂടുതൽ പേർക്ക് അതിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അതിൽ ഓട്ടോമേഷൻ ഇൻ ബിസിനസ്, AL ആൻഡ് ഓട്ടോമേഷൻ ഇൻ ബിസിനസ്, ബിസിനസ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ബിസിനസ് മാസ്റ്റർ പ്ലാൻസ്. സോ ഇതായിരിക്കും നാളെ കവർ ചെയ്യാൻ പോകുന്ന, നാളെ ഇവർ സ്പീക്ക് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ടോപ്പിക്സ്. സോ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എല്ലാവർക്കും നാളെ ക്രൗൺ പ്ലാസ ദേറ ദുബായിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 നമ്പേഴ്സ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്തോളൂ. നമ്മൾ നമ്പർ പറയാം. 054-994-1537 നമ്മൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. 056-422-0300. ഒന്നും കൂടെ പറയാറിനു. 054-994-1537 and 056-422-0300. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ദുബായിൽ ജോബിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഒരു 2 years 3 years ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തമായിട്ടൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ, അതെ. അപ്പം എന്തായാലും അതിന് നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും നാളെ അവിടെ. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും മറക്കാതെ ക്രൗൺ പ്ലാസയിൽ എത്തിച്ചേരുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള ഷോസിലൊക്കെ നമ്മൾ ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എത്താവുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഹലോ.
ഹലോ മാലിക്. ഹലോ. ഞങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ആക്ച്വലി ഞങ്ങൾ മാലിക്കിൽ നിന്ന് കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് വിശേഷം മാലിക്? സുഖം. സുഖമായിട്ട് ഫാഷൻ ഷോയ്ക്ക് പോകുന്ന ഷോ ചെയ്യാൻ വേണ്ടി കയറിയതാ. യെസ്, അതാണ് ഞാനിന്ന് പറഞ്ഞു. സുജിനെ കണ്ടപ്പോഴേ പറഞ്ഞു ഞാൻ ആ ഫസ്റ്റ് കമന്റ് എന്തായിരിക്കും വരിക എന്നാണ്. എന്റെ അടുത്തൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തന്നെ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. യൂഷ്വലി ഞാൻ ഫാഷൻ ഷോ ഒക്കെ ചെയ്യാൻ പോവാറുണ്ട്. മോഡൽ. പിന്നെ സീരിയസ്ലി മാലിക് അവള് ഒരു സുജിയുടെ മോഡലാണ്. സീരിയസ്ലി അല്ല, എന്റെ അടുത്ത് ചോദിച്ചതാണ് ഇന്ന് ഫാഷൻ ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോവാണോ അതോ വോക്ക് ചെയ്യാൻ പോവാണോ. ഇത് രണ്ടും അല്ല, ഇന്ന് യുബിയിലേക്കാണ്. യുവിയിലേക്കാണ്. കാരണം എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസും ഒക്കെ നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും. അതന്നെ നല്ലതല്ലേ? അല്ലേ കണ്ടോ, അതാണ് നല്ല രസമുണ്ട് ആക്ച്വലി. ഇന്ന് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ പോയി. പിന്നെ മാലിക് എന്നെ കുറെ നാള് കാണാതിരുന്നതിന്റെ സങ്കടം വല്ലതും ഉണ്ടായിരുന്നോ? ചോദിച്ചിരുന്നോ മാലിക്? ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല. സങ്കടമൊന്നും ഇല്ല, എങ്കിലും മിസ് ചെയ്തു. ഇതാണ്. ഞങ്ങൾ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു യുബിന്റെ സ്റ്റുഡിയോ. ആണോ? അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്മുടെ വിഷുവിന്റെ തലേന്ന്. ഞാൻ കുറച്ചായിട്ട് ഗ്യാപ്പ് ഇട്ടു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് യുബിയിൽ വന്നിട്ട് ഒരുപാടായി ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് മിസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നപ്പോഴേ ചോദിച്ചു എന്നെ ആരെങ്കിലും മിസ് ചെയ്തോ, ആരെങ്കിലും ചോദിച്ചോ എന്നൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞു മാലിക് മിസ് ചെയ്തിട്ടില്ലെന്ന്. മാലിക് ചോദിച്ചിട്ടില്ല. അവളത് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കാണ് ആക്ച്വലി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഇന്ന് ട്രോള് കിട്ടും. ആ ഒരു ദേഷ്യത്തില് അറിഞ്ഞില്ല ഞാൻ വരുന്ന കാര്യം. ആണോ? ശരിക്കും എനിക്കാണെങ്കിൽ ഒരു 5 minutes ഗ്യാപ്പിൽ മിസ്സായി. ആൾക്കാർ മാത്രമേ കണ്ടുള്ളൂ. അതെ. പിന്നെ ആകെ സനീഷ് ചേട്ടനും ഉണ്ടായിരുന്നു. ആണല്ലേ? ഇനി ഒരു ദിവസം നമ്മളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ദിവസം വരും കേട്ടോ. ഞങ്ങൾ അറിയിച്ചിട്ട് വരാം. പിന്നെ അറിയിച്ചിട്ട് വരാം. പിന്നല്ല. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ ഒരു ഗ്യാപ്പില് എന്തെങ്കിലും പറയാനുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടോ? എനിക്കറിയാത്ത വിശേഷങ്ങൾ ഉണ്ടോ? സിനിമ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. പുതിയ സിനിമകളെല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഏത് ഈ കഴിഞ്ഞ ആഴ്ചക്ക് എന്താ കണ്ടത്? കഴിഞ്ഞ ആഴ്ച ഏതാണ്? ഇന്ദ്രജിത്തിന്റെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ലേ? ഇന്ദ്രജിത്ത്, പിന്നെ നമ്മുടെ മാരിവില്ല. ഞാനത് കണ്ടു. ഓക്കെ, ശരി, അത് വിട്ടുപോയിട്ടോ. വിൻസി നാളെ ഇത് റിലീസ് ആവുന്നുണ്ട്. ഗുരുവായൂരം നാളെ പോകുന്നില്ലേ? അതിന് പോകുന്നുണ്ട്. പോയി കാണും. ഇപ്പൊ ഞാൻ കൊറേ മൂവീസ് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ്. ടർബോ ഇനി എന്നാ വരുന്നത്? ടർബോ 26 ആ ഒരു ഡേറ്റിലും കണ്ടോ? 24 മന്ദാകിനിയും വരും അല്ലേ? മന്ദാകിനി. എനിക്ക് എത്ര സിനിമകളാണ്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഏത് മൂവിയാണ് പോയി കണ്ടെന്ന് പറഞ്ഞത്? കണ്ടു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു, ആവേശം കണ്ടു, ആവേശം കണ്ടു. നല്ല ആവേശം തോന്നിയോ? തോന്നി. അടിപൊളി സിനിമ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും കണ്ടു. എനിക്കും കാണുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് പോയി കാണാൻ. ഞാൻ ഒറ്റയ്ക്കായിട്ട് പോയി കണ്ടത്. പക്ഷെ അതില്ലേ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ശരിയാണ്. എനിക്കൊന്ന് ഡയലോഗിന്റെ ആ ഒരു ഫുൾ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ എക്സ്പീരിയൻസ് വളരെ ഡിഫറെന്റ് ആയിരിക്കും. മൊത്തത്തിലൊരു ഡിഫറെന്റ് ഫീൽ ഗുഡ് മൂവി. എന്താ പറയണ, ഒരു മാസം. എനിക്ക് ആക്ച്വലി ഭയങ്കര ഫൈറ്റിംഗ് ഒക്കെ ഉള്ള മൂവി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ അങ്ങനെയല്ല, ഇതങ്ങനെയൊന്നും വല്ലാത്തൊരു മൂവി ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഴിഞ്ഞ വീക്ക് നമ്മൾ ഇതുപോലെ ഒരു കോളർ വിളിച്ചപ്പോ ഇങ്ങനെ ആവേശത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആവേശത്തിനെ പറ്റി പറയുന്നത് ശരിക്കും ആവേശമാണോ അല്ലേ? എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകാത്തൊരു തരം ആവേശം. അപ്പൊ ഇനി അടുത്ത ആഴ്ച മാലിക്കിനെ വിളിക്കുമ്പോ ഒരുവിധം ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങുമ്പോ എല്ലാ സിനിമകളെ പറ്റിയുള്ള റിവ്യൂ അറിയാം അല്ലെ? ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളെ പറ്റി അല്ലെ? ടർബോ എന്താ പോവില്ലേ? അല്ല, ടർബോ 23-ന് ശേഷം. ഞങ്ങൾ ഇനി അടുത്ത ആഴ്ചയാണ് വരുന്നത്. അപ്പൊ പിന്നെ ഡേറ്റ് ആവൂലേ? എനിക്ക് തോന്നുന്നു അപ്പൊ ആകും. ഇല്ലല്ല, മേബി അതല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അതെ, കുഴപ്പമില്ല. പിന്നെ വിളിക്കൂലോ, ആ ഒരു ചൂടിലങ്ങ് പറഞ്ഞ അടച്ചു വെച്ചേക്ക്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം പതിവ് പോലെ. അതെ. അല്ല മാലിക്, മറ്റേ ക്രോക്കഡൈൽ പാർക്കിന് രണ്ടാമത്തെ ടിക്കറ്റ് അല്ലേ കിട്ടിയത്? രണ്ടെണ്ണം കിട്ടിയില്ലേ? അതാ പറഞ്ഞ 2 ടിക്കറ്റ് കിട്ടിയില്ലേ? പോവാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? പോയില്ല, ഞാൻ വിളിച്ചില്ല, ആ നമ്പറിലോട്ട് വിളിച്ചില്ല. എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. എനിക്ക് ശരിക്കും അന്ന് ഞങ്ങൾ അയങ്കേഴ്സ് എല്ലാം കൂടെ ഇവിടുന്ന് ഞങ്ങള് പോയിരുന്നു ഒരു പിക്നിക് ടൈപ്പ്. അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നു. ഞാൻ മിക്കതും ഇതുപോലെ മിസ് ചെയ്യും. നമ്മുടെ മൊസാണ്ടൻ ട്രിപ്പ്, മിക്ക ട്രിപ്സ് ഞാൻ മിസ് ചെയ്യും. അപ്പൊ എനിക്കൊക്കെ ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയിരിക്കുക. അപ്പൊ കിട്ടിയിട്ട് പോകാത്ത വലിയ സങ്കടമാണ് കേട്ടോ. നിങ്ങൾ ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പ്ലാൻ ചെയ്യും. അതിന് സ്റ്റുഡിയോയിൽ വന്നത് തന്നെ
എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇനി ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്ലാൻ ചെയ്യണ്ട, പ്ലാൻ ചെയ്ത് ഇതാക്കിയാൽ മതി. പ്ലാൻ ചെയ്തിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരും. അതായത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കാറില്ല, പ്ലാൻ ചെയ്യാത്തതാണ് നടക്കാറുള്ളത്. അത് വളരെ സത്യമാണ് കേട്ടോ. നമ്മള് പ്ലാൻ ചെയ്ത് ചീറ്റി പോവാന്നുള്ളത് വലിയ സത്യമാണ്. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. യെസ്. ഇന്ന് ചേട്ടൻ എന്റെ അടുത്താണ് നിൽക്കുന്നത്. ആളെ ഒന്ന് പ്രീതിപ്പെടുത്തി താഴെ ഇടണ്ടോ? വേണ്ട, അതാണ് എന്നോട് ചെറിയൊരു നീരസം ഉണ്ടാക്ക്. സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട് പറഞ്ഞാ? യെസ്. Stop. റിനു ഒന്ന് തലോടണം. സ്റ്റാർട്ട്. യെസ്. ഞാൻ പറഞ്ഞപ്പോഴേട്ടെ കറങ്ങി. അവിടെ ഒരാൾ സ്റ്റോപ്പും പറഞ്ഞു. സ്റ്റോപ്പ്. ഞാൻ തന്നെ പറയേണ്ടി വന്നു. ഈശ്വരാ, എനിക്ക് വയ്യ. ഏതാണ്? മൂവീസാ? പറഞ്ഞു, കുറെ പ്രാവശ്യം പറഞ്ഞു. നിങ്ങള് സ്റ്റാർട്ടും സ്റ്റോപ്പും പറയണ ഇച്ചിരി ശക്തിയായിട്ട് പറയണം കേട്ടോ. കാരണം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് കൂടെ പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്റഗറി വന്നിരിക്കുകയാണ്. മൂവീസ് അല്ലേ? റിനു ഒന്ന് എത്തി നോക്കൂ. എനിക്ക് മൂവീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കട്ടെ? ചോദിച്ചോ. ഓക്കെ. ബോബി ആൻഡ് സഞ്ജയ് തിരക്കഥ എഴുതി സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത് 2021 പുറത്തിറങ്ങിയ സിനിമ. സല്യൂട്ട്, പ്രീസ്റ്റ്, 1. 2021 എനിക്ക് ഓർമ്മയുണ്ട്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഞാൻ പറയുന്നത്, ഞാനിവിടെ ഏതൊക്കെ സിനിമ ഓർമ്മയുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയതേ ഉള്ളൂ. ചെറുതായിട്ട് എവിടത്തേക്ക് സുജിന് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഞങ്ങളത് സബ്മിറ്റ്. അല്ല, ഞാനിങ്ങനെ എനിക്ക് 1 ഏതാ പ്രീസ്റ്റ് ഏതാന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ബോബി ആൻഡ് സഞ്ജയ് നല്ലൊരു ഇതായിരുന്നു, നല്ല കോമ്പിനേഷൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള അവർ നോട്ട്ബുക്ക്. അപ്പൊ നെക്സ്റ്റ് ഒന്നുകൂടെ സ്റ്റാർട്ട്. തുടങ്ങിയോ? തുടങ്ങി. ഞാൻ മിണ്ടായിരിക്കും, എന്റെ കലബില കാരണം എനിക്ക് കേൾക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സ്റ്റോപ്പ്. ഓക്കെ, എന്താണ്? GK. അപ്പൊ GK അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാര ജ്ഞാനപീഠത്തിന്റെ സമ്മാന തുക എത്രയാണ്? 11 ലക്ഷം, 10 ലക്ഷം, 8 ലക്ഷം. ക്വസ്റ്റ്യൻ കിട്ടിയോ? ശരിക്കും PSCക്കൊക്കെ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ഓപ്ഷൻ ബി 10 ലക്ഷം. നമുക്ക് നോക്കാം. കറക്കി കുത്തി 10 ലക്ഷം ആക്കിയതാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുക്കില്ലെന്ന് വെച്ചിട്ട് അയ്യോ 1 ലക്ഷം കൂടെ കൂട്ടിയിട്ടുണ്ട്. 11 ലക്ഷം. നീ ടാക്സ് എല്ലാം കൂടെ കൊടയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്താന്ന് പറയാ, അവര് പറയണത് നിനക്ക് ആദ്യം കിട്ടി ആ ഒരു ഇതില് പാർക്കിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരുമെന്നായിരിക്കും ചിലപ്പോ ഉദ്ദേശിക്കുന്നത്. കിട്ടിയ സമ്മാനം കയ്യിൽ വെച്ചോണ്ടിരിക്കാതെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ക്രോക്കഡൈൽ പാർക്കിലേക്ക് പ്ലാൻ ചെയ്യണേ. ശരി. ഹലോ, ഗുഡ് ഈവനിങ്. അബ്ദുൽ സമദ്, കുറെ നാളായി വിളിച്ചിട്ട്. എന്താണ് വിശേഷങ്ങള്? എവിടെ പോയി കുറെ നാള്? ഞങ്ങളോ? ഞങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് മുങ്ങിയായിരുന്നു, ഇവരുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 7:30 to 8:30 ഞങ്ങൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വരുമായിരുന്നു. ഈ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒന്നും ടി വി വെച്ചിട്ടില്ലെന്ന് മനസ്സിലായി. ചിലപ്പോ സുജി ഞാൻ വരാത്തോണ്ടുള്ള സങ്കടം കൊണ്ടായിരിക്കും അബ്ദുൽ സമദ് വിളിക്കാതിരുന്നത്. കുഴപ്പമില്ല, ഇനി മുതൽ ഞാൻ ഉണ്ടാകും. വിഷമിക്കണ്ട, ഇനി തൊട്ട് അങ്ങോട്ടുണ്ടാവും. എന്നാ ഇനി വിളിക്കൂല. എവിടെയാണ് വിശേഷങ്ങള്? എവിടുന്ന വിളിക്കുന്നേ? ഷാർജയിൽ എവിടാ? ഓക്കെ, ഞാൻ ഷാർജയിലാണ് താമസിച്ചത്. ഷാർജ എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ഒരു ഇത് സ്നേഹം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും പിള്ളേരും ഉണ്ട്. 3 പേര്. അതെ. ഗവൺമെന്റ്. ഇടയ്ക്ക് ഇവര് അടുത്ത വീട്ടിലൊക്കെ കളിക്കാൻ പോവായിരുന്നു. 3 കുട്ടികള്. ഇവരും പോവോ? അല്ലേ? അത് തന്നെ. ആര് കളിക്കാൻ പോവും? കുട്ടികള്. അല്ല, ഇവര് കളിക്കാൻ പോവോ? അല്ല, ഞാൻ ചെറിയ കുട്ടികളാ? റിനു വന്നു തുടങ്ങി. ഞാനുള്ളപ്പോ ഇച്ചിരി തഗ്ഗൊക്കെ ഉള്ളൂ. ഇവര് ഭയങ്കര സീരിയസ് ആണ് അത്രേ. റിനുവിനെ അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും. സുജിക്ക് ഭയങ്കര സങ്കടമാണ്. നീ വരും, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു രസമില്ല എന്ന് പറഞ്ഞു. പിന്നെ നാട്ടിലെവിടാ? ആലപ്പുഴ. കുട്ടനാട്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, സീരിയസ് ആണോ എപ്പോഴും? എപ്പോഴും ഇങ്ങനെ സീരിയസ് ആണോ? അല്ല,
അല്ലല്ല സീരിയസ്. കാരണം ഞങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഷോസ് ആണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിരിക്കുക. അപ്പൊ കുറച്ച് റിലീഫ് എന്താ പറയുക, ഒരുപാട് ടെൻഷനിലും വർക്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ടെൻഷൻ ഫ്രീ ആണ് നമ്മുടെ ഷോസ് ഒക്കെ. അല്ല, നിങ്ങളുടെ മറ്റേ ഇതിന്റെ സ്ക്രീനിൽ കാണുന്ന ചെസ്സിന്റെ അല്ലേ, അപ്പൊ നമ്മൾ ആ ഒരു ചെസ്സിന്റെ നിങ്ങൾ ആ സീരിയസ്നെസ്സിൽ ഇരിക്കുന്നതാണ്. എനിക്ക് വയ്യ. വേണ്ട, അതെല്ലാം ക്വസ്റ്റ്യന്മാർക്കും ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. കറുപ്പും വെളുപ്പും മാത്രമേ കാണുന്നുള്ളൂ. അത് ശരിയാ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കറപ്പിട്ടിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളും കറുപ്പും വെളുപ്പും. അതെ, ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. വെളുപ്പാണോ? വെളുപ്പായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതെ. അതെ. അപ്പൊ അബ്ദുൽ സമദ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്താണെന്നറിയോ? ഗിഫ്റ്റ് എന്താ തരുന്നറിയോ? നമ്മൾ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഒരു കപ്പിൾ ടിക്കറ്റ് ആണ്. ഇന്നാളെ പ്രൈസ് കിട്ടി, എനിക്ക് പോയി ചെന്നപ്പോ അവിടെ അത് എടുക്കില്ല എന്ന് പറഞ്ഞു. എന്തെടുക്കില്ല എന്ന് പറഞ്ഞു? പാർട്ടി എന്ന് പറഞ്ഞ് എനിക്ക് 3 മാസം മുമ്പ് കിട്ടിയായിരുന്നു. അവിടെ ചെന്ന് ഓക്കെ, നമ്മുടെ അടുത്തുനിന്ന് കിട്ടിയോ? അവിടുന്ന് ഒരു മറ്റേ ആയുർവേദത്തിന്റെ. ഓ, ആയുർവേദം. അത് മേ ബി നിങ്ങളത് കഴിഞ്ഞിട്ടായിരിക്കും ഡേറ്റ് ഉണ്ട്. ഇല്ല, ആ 2 മാസത്തിന്റെ മുമ്പ് തന്നെ പോയി. കിട്ടിയതിന്റെ പിറ്റേ ആഴ്ച പോയായിരുന്നു ഞാൻ. ആണോ? അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അതെന്താന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയട്ടെ. മേ ബി ഇതെന്തായാലും നിങ്ങളിപ്പം വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ നിന്നായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അവിടുന്ന് വിളിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തരും. നിങ്ങൾക്ക് കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിള്ളേരെ കൊണ്ട് പോകാനൊക്കെ നല്ലൊരു ഇതാണ്. പിള്ളേർക്ക് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ? നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. കുട്ടികൾക്ക് എന്തായാലും കൊണ്ടുപോകണല്ലോ അവരെ. അതെ അതെ, എന്തായാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ അവിടെ. പിള്ളേരായിട്ട് പോയി നമുക്ക് മുതൽ കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലിട്ട് അമ്മാനോ ആടാവുന്നതാണ്. ഇവരൊക്കെ പോയി അമ്മാനായിട്ട് വന്ന മുതലയുടെ കടിയും കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒന്നും ആരും പുറത്ത് കാണിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, പറഞ്ഞു. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? പെട്ടെന്ന് നിർത്തി കളഞ്ഞ. ഇത് നമ്മൾ ജി കെ എടുക്കുവോ ഓടി എടുക്കുവോ? ജി കെ എടുക്കൂലേ? നമുക്ക് ജി കെ എടുത്താലോ? ജി കെ. ഓക്കെ, ഇത്തിരി ഒരു ആട്ട കൂടുതൽ അങ്ങോട്ടാണ്. എനിക്ക് ഇവിടെ നോക്കുമ്പോ രണ്ടിന്റെ നടുക്ക് ജി കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, വേൾഡ് വൈഡ് വെബ് ആവിഷ്കരിച്ചത് ആര്? വേൾഡ് വൈഡ് വെബ് അറിയാമോ? ആവിഷ്കരിച്ചത് വെച്ചാല് ഇപ്പൊ എന്താ പറയുന്നത്, ക്രിയേറ്റഡ്. അങ്ങനെയൊക്കെ ഇത് ചോദിക്കരുത് കേട്ടോ. റേ ടോപ്ലിൻസൺ. പറയുന്നതിന് മുന്നേ തീർന്നോ? ബെർണാർഡ്സ്ലി. ഞാൻ ആ ഓപ്ഷൻ ഒന്ന് വായിച്ചപ്പോ മനസ്സിലായി രണ്ടാമതിലേക്ക് വായിപ്പിക്കണ്ടെന്ന്. ഓക്കെ, എനിക്കൊരു അവസരം തന്നില്ല. കറക്റ്റ് ആൻസർ ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സെക്കൻഡിലേക്ക് പോവാം. വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഒരു എനർജിയിലൊക്കെ പറ. സ്റ്റാർട്ട്. അതാ ഞാൻ പറഞ്ഞു, ശരി എനർജി ആകൂ. യുവർ ചോയ്സ് അല്ലേ? യുവർ ചോയ്സ് അല്ലേ? യുവർ ചോയ്സ് ആണ്. അപ്പൊ അബ്ദുൾ സമദ് ഒരു കാറ്റഗറി തെരഞ്ഞെടുത്തോളൂ. ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. ജി കെ വേണോ, ഓഡിയോ വേണോ, മ്യൂസിക് വേണോ, മൂവീസ് വേണോ, പൊളിറ്റിക്സ്, ഇമേജ്? ജി കെ തന്നെ. ജി കെയിലാണോ? ഒരുപാട് അറിവുകളുള്ള ആളാന്ന് തോന്നുന്നു. അതാണ് ഇത്ര സീരിയസ് ആവുന്നത്. ഇടയ്ക്കൊക്കെ കോമഡി ആകാം കേട്ടോ. ഓക്കെ, കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം എന്താണ്? തിക്കൊടിയൻ, ഉറൂബ്, മാലി. കുഞ്ഞനന്ദൻ നായർ. മാലി വായിക്കോ? കൊള്ളാം. ഇപ്പഴും വായിക്കോ? മാലി. ഓപ്ഷൻ സി മാലി. ലോക്ക് ചെയ്ത് കേട്ടോ. ഇപ്പൊ ഏതാ ലേറ്റസ്റ്റ് ഒരു ബുക്ക് വായിച്ചത്? ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരുന്നത് ആടുജീവിതം രണ്ടാമതൊന്നും കൂടെ വായിച്ചോണ്ടിരിക്കും. പക്ഷെ ഉത്തരം തിക്കൊടിയനായിരുന്നു. തിക്കൊടിയനാണ്. കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കുക. നമ്മുടെ ഷോസ് അറിയാലോ. ഇനി മറക്കണ്ട, മൺഡേ ടു വെനസ്ഡേ നമ്മളുണ്ട് 7:30 to 8:30. ഓക്കെ, ശരി, ബൈ. ആക്ച്വലി ഞാനും തിക്കൊടിയനായിരുന്നു മനസ്സിൽ വിചാരിച്ചത്. എന്താണെന്നറിയോ, പക്ഷെ ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കി ചിരിക്കാനാണ് എന്നെ നോക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഒരു ബൂസ്റ്റപ്പ് അല്ല, എനിക്ക് ഒരുപാട് അറിവുകൾ ഈ ക്വസ്റ്റ്യൻസിലോട് കിട്ടുന്നുണ്ട്. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളതാ അല്ലേ. ഒരുപാട് നമുക്ക് മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും റീകളക്ട് ചെയ്യാൻ വേണ്ടിട്ട് നീ എന്താ ഇങ്ങനെ പണ്ട് ശരിക്കും പഠിക്കാത്തതുകൊണ്ട് ഇപ്പൊ വീണ്ടും ഒന്നുകൊണ്ട് റീകളക്ട് ചെയ്യുന്നത്. സിനിമ സംബന്ധിച്ച് ഇപ്പൊ മൂവി റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നെങ്കിൽ നമ്മളൊക്കെ പണ്ട് എന്താണ് നോക്കുന്നത്? നമ്മൾ നോക്കുന്നത് ആ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. പക്ഷെ ഒരിക്കലും അല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മളിങ്ങനെ എഴുതി കാണിക്കുന്നതൊക്കെ നമ്മൾ ആരും നോക്കാറില്ല. നമ്മളത് കഴിയുന്നോടെ വരെ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാണ്, നമ്മുടെ ഈ ഒരു ഷോയ് ഒരുപാട് അറിവുകളാണ്. ഇപ്പം എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറ് ഞാൻ മറന്നുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് അന്ന് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ അറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423822491. ഈ നമ്പറിലേക്ക് അറിവുകൾ ആഗ്രഹിക്കുന്നവർ നമ്മളെ വിളിക്കുക. അതേപോലെ ഇങ്ങനെ അറിവുകൾ ആഗ്രഹിക്കാത്ത ആളുകളല്ല, അറിവുകൾ ആഗ്രഹിക്കുന്നവർ വിളിക്കുക. എനിക്ക് ഇതിന്റെയൊക്കെ ആൻസർ നേരത്തെ അറിയാവുന്നതുകൊണ്ട്. കോളൊന്നുണ്ട്, അവരെ ചിരിപ്പിക്കരുത്. ഹലോ 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 ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. താങ്ക് യു. ആരാണിത്? തുളസിപ്രിയ. സുപ്രിയ. തുളസിപ്രിയ. തുളസിപ്രിയ. തുളസിപ്രിയ അത് ഭയങ്കര റെയർ നെയിം ആണല്ലോ, അടിപൊളി, എനിക്ക് ഇഷ്ടായി. നല്ല രസമുണ്ട്. തുളസിപ്രിയ നമ്മൾ ഇതുവരെ വിളിച്ചിട്ടില്ല അല്ലേ? നിങ്ങള് ഉണ്ടാവുമ്പോ വിളിച്ചിട്ടില്ല, പക്ഷെ മുന്നേ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ അടുത്ത സമയത്താ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഓരോ ഓരോരുത്തരാണല്ലോ. അതെ, ഞങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടാം. ഞങ്ങളെ രണ്ടുപേരും അറിയോ? ഇല്ലല്ലോ. ഇല്ല. എന്റെ പേര് സുജിത. എന്റെ പേര് റിനു. എന്റെ പേര് തുളസിപ്രിയ. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പേര്. എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂര്. കണ്ണൂര്. അപ്പൊ ഇങ്ങനെ സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്ത് വിളിക്കായിരുന്നു? തുളസി വിളിക്കായിരുന്നോ? പ്രിയാന്ന് വിളിക്കായിരുന്നോ? എനിക്ക് കൊറേ പേരുണ്ടായിരുന്നു. എന്നെ തുളസിപ്രിയാന്ന് ആരും വിളിക്കലില്ല. വേറെന്താ വിളിക്കണേ? TP ന്ന് വിളിക്കും, തോന്ന് വിളിക്കും. അതിന്റെ പേരെന്താണ്? തുളസി സംഭവല്ലേ? അതിന്റെ തോ മാത്രം. കോളേജ് ടൈമില് മിക്കവാറും എല്ലാരും തോവായിരുന്നു. പക്ഷെ തുളസി പ്രിയ പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രത്തോളം ഈ എന്താ പറയുക, ഈ പെറ്റ് നെയിം അല്ലടാ, പെറ്റ് നെയിം അല്ലാതെ വേറെ എന്ത് പറയലോ, ഇങ്ങനെയുള്ള ഇരട്ടപ്പേരുകൾ ഇത്രയായിട്ട് തുറന്ന് പറഞ്ഞു. ഇത് സീരിയസ്ലി എത്ര സന്തോഷത്തോടെ പറഞ്ഞ തുളസി പ്രിയനെയാണ് കേട്ടോ. സാധനം ആരെങ്കിലും പറയത്തില്ല. ഞാൻ വിചാരിച്ചു പോലെ അമ്മു, ചിന്നു, മുത്ത് അങ്ങനെയുള്ള പേരുകളായിരിക്കും ആക്ച്വലി തുളസി പ്രിയ പറയാൻ പോകുന്നതെന്ന്. എനിക്ക് പെറ്റ് നെയിം ഇല്ല, അതുകൊണ്ട് ഈ പേര് പറയാം. പക്ഷെ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എനിക്ക് ഇഷ്ടം പോലെ പേരുകളുണ്ട്. അതെ, ദിലീപായിട്ട് പറഞ്ഞല്ലോ, ആ പറയുന്ന അവരുടെ സ്പിരിറ്റ് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ എന്തൊരു സ്പിരിറ്റ് ആണ്. രസമുണ്ട് കേട്ടോ. എന്താ ചെയ്യുന്നത്? ഞാൻ അക്കാദമിക് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യും. അക്കാഡമിക് കൗൺസിലർ എങ്ങനെ? ഫ്രീലാൻസ് ആയിട്ടോ അതോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്? ഓക്കെ, ഗ്രേറ്റ്. എങ്ങനെയുണ്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ? മോശമില്ല. ഫാമിലി ആയിട്ടാണോ ഇവിടെ? അതെ. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഹസ്ബൻഡും മോളും. മോള് ചെറിയ കുട്ടിയാ? അതെ. എത്ര വയസ്സുണ്ട്? 3.5 വയസ്സ്. മോളുടെ പേരെന്താ? ഇതൾ. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും, എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചേ. അപ്പൊ ഹസ്ബൻഡ് പേരോ? നിതിൻ. അത് വേറെ ഫാമിലി ഇതുള്ള നല്ല രസം. ഇപ്പൊ ഞാൻ 2 സ്ഥലത്ത് കേട്ടോ പേര്, നല്ല രസം. ആക്ച്വലി ഈ തുളസി പ്രിയ എന്ന് പറയുന്ന ആള് ഈ ഒരു പേരിലേക്ക് വരാനുള്ള കാരണങ്ങളും എല്ലാ അച്ഛനും അമ്മയും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്റെ അച്ഛനാണ് തോന്നിട്ടത്. പിന്നെ തുളസിന്ന് മാത്രമാകുമ്പോ ഒരു സുഖമില്ലാത്തോണ്ട് തുളസിപ്രിയ. ഈ തുളസിപ്രിയ പാട്ട് പാടുവോ? മറ്റേ തുളസി കതിർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാടുവോ? ഇല്ല, ഞാൻ പാടൂല, എന്റെ ഹസ്ബൻഡ് പാടുവോ? കൊടുത്തോ? നമുക്ക് ഗായകരോടാണ് താല്പര്യം. കൊടുക്ക്. അതെ, പറഞ്ഞ അപ്പൊ നമ്മൾ പാടിപ്പിക്കും. അതെ, വിളിച്ചോ. എവിടെ നിതിൻ? കൊടുക്കാം. നൈസ്. പെട്ടെന്നല്ലേ? അതെ, ഹസ്ബൻഡ് പാടും പെട്ടെന്ന്. എല്ലാം നല്ല സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൻസർ ആണ്, ജെന്യുവൻ ആയിട്ടുള്ള ആൻസർ ആണ്. ഐ ലൈക്ക് യു. ഹലോ, നിതിൻ എത്തിയോ? ഹലോ നിതിൻ. നാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നതാണ്. ഹലോ നിതിൻ, എന്തുണ്ട് വിശേഷം? ഇന്നലെ പാട്ടൊക്കെ പാടിയിരുന്നോ? ഇന്നലെ ഒരു വേർഡ് വെച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞു, പക്ഷെ വേർഡ്സ് ഒന്നും കിട്ടിയില്ല. ഇഷ്ടമുള്ള വേർഡ് വെച്ചിട്ട് ഇഷ്ടമുള്ള വെച്ചിട്ട് പാട്ട് പഠിക്കാം. ഞങ്ങൾക്ക് അത് കേൾക്കണം. ഞങ്ങൾക്ക് പാട്ട് കേട്ടാ മതി. യെസ്, ഓക്കെ. ഹലോ, ഗൂഗിളിൽ സെർച്ചിങ്ങാ? ശ്രുതിപ്പെട്ടി എടുക്കാൻ പോയതാണോ? പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രത്തേരി നവരാത്രി കൂട്ടി അഴകിൻ പൂഞ്ചോലാടാട്, നീയില്ലെങ്കിൽ ഇന്നിൻ
ജന്മം വേനൽ കനവായി പോയി പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ. കഴിഞ്ഞ ശ്ശേ, അടിപൊളി കേട്ടോ. നന്നായിട്ട് പാടി കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് തുളസിക്ക് പാടിത്തരുന്ന പാട്ടാണോ? എനിക്ക് പാടിത്തരാറേ ഓ, അത് ഈ പാട്ടുകാരുടെ എല്ലാം വൈഫ് ഒക്കെ പറയുന്നതാണ്. എനിക്ക് പാടിത്തരാറിയില്ല, പുറത്തൊക്കെ ഇങ്ങനെ പാടുന്നത് അല്ലേ? പക്ഷെ എനിക്കുണ്ടല്ലോ സുജി, അടിപൊളി. ഇവര് രണ്ടുപേരും ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. എന്തുണ്ടേലും അത് ജെന്യൂൻ ആയിട്ട് പറയാം. നമ്മളൊന്നും ഞാൻ പറഞ്ഞില്ല, കുറച്ച് പറഞ്ഞാൽ ഇരട്ടപ്പേരുള്ളത് നോർമലി ആരും പറയില്ല. സീരിയസ്ലി കളിയൊക്കെ പറഞ്ഞാലോ കേട്ടോ. അതുപോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ. ഒരുപാട് ഇഷ്ടമായി. അതുപോലെ സ്പോണ്ടേനിയസ് ആണ് ആൻസേഴ്സും. അതെ 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 ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്കും കൂടെ പോവാം. ഓക്കെ ശരി ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട് സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറയണേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എവിടെയാണ്? എവിടെ? ജി കെ അല്ലേ? കാണത്തില്ല. ജി കെ തന്നെ. അപ്പൊ ജി കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണേ. ആ ഓക്കെ, ഹസ്ബൻഡും അടുത്തുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി, കൊൽക്കത്ത ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൊൽക്കത്ത. കൊൽക്കത്ത. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആൻസർ. കറക്റ്റ്. ഒന്ന് വന്നിട്ട് എവിടെയോ പോയി. ഇതല്ലേ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നവർക്ക് എന്നും ജെന്യൂൻ ആയിട്ട് സംഭവിക്കുള്ളൂ അല്ലേ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അതും അത് സ്പോണ്ടേനിയസ് ആയിരുന്നു. ആൻസർ സ്പോണ്ടേനിയസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ആ ശരി ഓക്കെ, സ്റ്റാർട്ട് സ്റ്റാർട്ട്. സ്റ്റാർട്ടിലൊക്കെ ഭയങ്കര സ്റ്റോപ്പ്. സ്റ്റോപ്പ് നീ അറിയണ്ട, അവരറിയോ? മ്യൂസിക് ആണ്. കുറച്ച് നാളെ മ്യൂസിക് കേട്ടിട്ട് അപ്പൊ നമുക്ക് കുറച്ച് മ്യൂസിക് ആകാം. എന്തായാലും മ്യൂസിക് അറിയാവുന്ന ആളുകളാണല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ടിവിയുടെ വോളിയം കുറച്ചും കൂടെ കൂട്ടി വെക്കണേ. പക്ഷെ ഇത് കുറച്ച് വൈകിട്ട് പ്ലേ ആവുന്നത്. അതുണ്ടാവും, ടിവിയിൽ ഒരു ലാഗ് ഉണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ മ്യൂസിക് ശ്രദ്ധിക്കാൻ വേണ്ടി ടിവിയുടെ വോളിയം കൂട്ടി വെച്ചോ. ഓക്കെ ശരി മ്യൂസിക് ഞാൻ മ്യൂസിക് അപ്പൊ എന്താണ് നമ്മൾ ഹസ്ബൻഡ് മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? എന്താ? ഹസ്ബൻഡ് മ്യൂസിക് പഠിച്ചിട്ടുണ്ടോന്ന്? ഇല്ല ഒന്നുമില്ല, ജസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ടിവിയുടെ വോളിയം കൂട്ടി വെച്ചോളൂ കേട്ടോ. ഒക്കെ വരും. ഒറ്റ പ്രാവശ്യം പ്ലേ ചെയ്യണ്ടാവുള്ളൂ, ശ്രദ്ധിച്ചു കേട്ടോണേ. ഇത് ഏത് സിനിമയിലെ BGM ആണ്? ഓളങ്ങൾ, നിറക്കൂട്ട്, യാത്ര. ഹലോ ഹലോ, പാട്ട് കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ബാക്ക് ടു ഫോൺ വരണേ. ഹലോ തുളസി, ഹലോ. എന്തുപറ്റി? ഫോണ് വെച്ചിട്ടാണോ പോയിട്ട് കേട്ടാൻ തോന്നുന്നു. ഹലോ തുളസി. ഹലോ. അയ്യോ, വെച്ചിട്ട് പോയോ തുളസി? ആ പോയി. നമ്മള് ടൈം ഔട്ട് ആയി. അയ്യോ എവിടെ പോയി നിങ്ങള്? ഹലോ ഹലോ, ഉത്തരം ഏതായിരുന്നു? ഓളങ്ങൾ. യാത്രയായിരുന്നു കറക്റ്റ് ആൻസർ. അതെ, മ്യൂസിക് കേട്ടിട്ട് ആ വഴി പോരുത് കേട്ടോ. ആ ഞാൻ മ്യൂസിക് കേട്ട് ഇത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, ആദ്യം അറിയേണ്ട സംഭവിച്ചില്ല. പിന്നെ വീണ്ടും വിളിക്കുമ്പോ അതൊക്കെ ഒന്ന് മാറ്റിയാ മതി കേട്ടോ. ഓക്കെ ശരി. ഓക്കെ, ഇനി നമ്മളെ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ 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 ഷൈനന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഒരാള് നിപ്പുണ്ട്, അറിയോ? എന്നെ കാണാൻ വേണ്ടിട്ട് ആരും അന്വേഷിച്ചില്ല. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ എന്നോട് ആരും ചോദിച്ചില്ല. അത് വേറെ കാര്യം. ചോദിക്കാൻ വരുമായിരുന്നു, അതിന് മുന്നേ റിനി തന്നെ ചോദിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഞാൻ ഷൈലാൻഡിയുടെ വോയിസ് ഒക്കെ ഫോണിലൂടെ മീൻസ് ഈ നമ്മുടെ ഷോസിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചില്ലേ?
ആ വിളിക്കാറുണ്ട്. അതെ, എന്നും തന്നെ വിളിക്കാറുണ്ട്. വിളിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല നാട്ടിൽ. എന്നും വിളിച്ചു വരുമ്പോ പിന്നെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു ദൂരം. പിന്നല്ല, നമുക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്തോ പോലാണ്. ഞങ്ങൾക്കും അതെ. അതുകൊണ്ടാണ് എല്ലാ നിങ്ങൾ എന്താ നിങ്ങൾ വിളിക്കാത്ത? വിളിക്കണം. നമ്മള് എന്താ പറയുക, നിങ്ങൾ നമ്മൾ ഓർത്തിരുന്നിട്ട് വിളിക്കൂല. അതുപോലെ റിനു അല്ലേ വിളിക്കണം. ഒരു ദിവസം വിളിച്ചത് എന്തോ പോലെ തോന്നും. അപ്പൊ നമ്മള് ശരിക്കും ഒരു ഫാമിലി പോലെയായി എല്ലാരും. അപ്പൊ എന്തായാലും പറഞ്ഞിട്ട് ഒരു ദിവസം ഇനി വരാവുള്ളൂ. എന്നാലും നിരഞ്ജനെയൊക്കെ കണ്ട്, നിരഞ്ജൻ ടോണി നമ്മളെ ഒന്നും ഇറങ്ങി കാണണ്ട. അവര് അവരെ സംസ്കാരം മാത്രമല്ലേ കേൾക്കണുള്ളൂ, കാണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കണ്ടതുകൊണ്ട് നമുക്ക് സന്തോഷം. ഈ നിരഞ്ജൻ ടോണി എന്നൊക്കെ പേര് കേൾക്കുമ്പം കേൾക്കുമ്പം നമുക്ക് തോന്നുന്നു കാണാൻ തോന്നും. അതെ, ആ പേര് കേൾക്കുമ്പോ എക്സ്പെക്ട് ചെയ്തിരുന്ന അതേ രൂപം തന്നെയായിരുന്നു രണ്ടുപേരും. അല്ല ഇത് ടോണി കുഴപ്പമില്ല. നിരഞ്ജൻ കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കൂ, ഒന്നും കേക്കണ്ട. അതാണ് സൗണ്ട് കേൾക്കും പോലെ അല്ല, ആൾ ഒരുപാട് സൗണ്ട് കേൾക്കുമ്പോ ഭയങ്കര സീരിയസ് ആയിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോ പാവാന്നാണോ ഉദ്ദേശിച്ചത്? അല്ല പിന്നെ പാവം, നമുക്ക് എന്ത് സംസാരിക്കുമ്പോ ഒരു അടുപ്പം തോന്നുന്നു, ഒരു കുട്ടിത്തം തോന്നും അല്ലേ? അതെ അതെ. അതന്നെ എനിക്കൊക്കെ ചില വികൃതി പിള്ളേരെ പോലെയാണ്. എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോ കുട്ടിത്തം തോന്നും, പക്ഷെ ഇപ്പൊ എനിക്കത് തോന്നാറില്ല. എന്താന്നറിയില്ല, ചില വികൃതി പിള്ളേരെ പോലെ. ഇതെല്ലാം കഴിഞ്ഞിരുന്നിടക്കിടക്ക് തരാമായിരിക്കും മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. അല്ല, നിരഞ്ജനെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമല്ലോ എന്നായിരിക്കും മനസ്സിൽ. സന്തോഷമായിരുന്നു. നിങ്ങളെ ഇങ്ങനെ സ്ക്രീനിലെങ്കിലും കാണാമല്ലോ. കാണുന്നില്ലല്ലോ, ഇങ്ങനെ രൂപം നമുക്ക് അറിഞ്ഞൂടല്ലോ. ശരിക്കും അവരെ പോലുള്ള അങ്ങനെ പിന്നണിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കണ്ടപ്പോ സന്തോഷം. ഇവരും മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ഇതിന്റെ ബാക്കിലായിട്ട്. ശരിക്കും നമ്മളെയൊക്കെയല്ലേ കാണുള്ളൂ. പിന്നെ അതല്ലേ. അതെ അതെ, അവരൊക്കെ ചേർന്നവരാണ് നമ്മള്. അല്ല, ഇപ്പൊ അവരുള്ളതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഉറപ്പായിട്ടും. ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഷോ കഴിയുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെല്ലാരും. അപ്പൊ ഞങ്ങൾ പറയുന്ന ഓരോ പൊട്ടത്തരങ്ങളും അവര് ഞങ്ങളെ നല്ല കുട്ടികളാക്കും. അങ്ങനെ പല പല കാര്യങ്ങളും. അതൊക്കെ പറഞ്ഞു തരും. അതെ അതെ, പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ റിനു എന്ന് വിളിക്കും. റിനു എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം എന്തോ പൊട്ടത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്നെന്താണ് സ്പെഷ്യലൊക്കെ ഫുഡ്? ഇന്ന് പൂരിയാക്കാൻ നേരിട്ട് കിഴങ്ങ് കറി. ഞാൻ കൊറേ നാളെ പൂരി കഴിച്ചിട്ട്. ഇവിടെ ഈ രാത്രി അല്ലേ കാര്യമായിട്ട് കഴിക്കുന്നത്. രാവിലെയാണ് നല്ലപോലെ കഴിക്കുന്നത്. അതെ അതെ അതെ, ഇവിടെ ഡിന്നറാണ്. നേരെ തിരിച്ചല്ലേ, രാത്രിയാണ്. അതെ, ശരിക്കും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു റൂട്ടീൻ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നു. അത്ര തന്നെ. എന്തായാലും നമ്മള് വീട്ടിലുണ്ടാക്കിയുള്ള കഴിക്കുന്നത്. ഇപ്പൊ എത്രയോ പേര് വീട്ടിലുണ്ടാക്കും. വാങ്ങിക്കാറില്ല. അതെ അതെ, അത് തന്നെ വലിയൊരു കാര്യം. വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന പൂരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആ ഒരു കിഴങ്ങ് കറി മറ്റേ മഞ്ഞ കളറിലാണോ കിഴങ്ങ് കറി ഉണ്ടാക്കണേ? അത് തന്നെ മഞ്ഞ. അത് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലേ? പച്ചമുളക് മാത്രമായിട്ട്. അടിപൊളി. എന്തായാലും ഒരു ഞാൻ ആക്ച്വലി ഈ ഒരു മാസത്തിൽ ഒരുപാട് പ്രാവശ്യം അബുദാബി പോകുമ്പോഴല്ലേ ഇവരെ പറ്റി ആലോചിക്കുക. എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അബുദാബി വന്നിരുന്നു ഒരുപാട്. എന്താ ഞാൻ സീരിയസ്ലി ഈ അബുദാബിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓൺ ദ വേ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അവരെവിടെയായിരിക്കും പക്ഷെ ചോദിക്കായിരുന്നു എന്നൊക്കെ. എന്താണെന്നറിയില്ല, അബുദാബിയിൽ നമ്മുടെ ഒരു കുടുംബക്കാരെ പോലെ ആയി മാറും നിങ്ങള്. ഇനി നമ്മളെല്ലാരും അബുദാബി നമ്മളൊരു അബുദാബിയിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? റെഡിയാണ്. ഒന്നുകൂടെ. ഓക്കെ, സ്റ്റോപ്പ്. നീയാണ് ഗെയിമർ? അല്ല, ഞാൻ അവിടുന്ന് സ്റ്റോപ്പ് പറഞ്ഞത് കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞ സ്റ്റോപ്പ്. കൊറേ ഓടിയില്ലേ? കൊറേ ഓടി മടുത്ത്. എവിടെ നിന്ന്? അയ്യോ, കാണത്തില്ല. കറങ്ങുന്നേ ഉള്ള. എവിടെ? പൊളിറ്റിക്സ് ആണോ? പൊളിറ്റിക്സ് ആണ്. ക്വസ്റ്റ്യൻ പറയട്ടെ? ഓക്കെ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി കേശവൻ നടത്തിയ പ്രസംഗം. പൂക്കോട് പ്രസംഗം, കോഴഞ്ചേരി പ്രസംഗം, ചേർത്തല പ്രസംഗം. പുറക്കാട് പ്രസംഗം, സോറി, പുറക്കാട്. സി ചേർത്തല. സി ചേർത്തല പ്രസംഗം. ഓക്കെ, സി കേശവൻ നടത്തിയ പ്രസംഗമാണ്. അയ്യോ, കോഴഞ്ചേരിയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചല്ലോ. പിന്നല്ല, കുറെ നാളുകൂടി റെനുവിനോട് സംസാരിച്ചല്ലോ. റെനുവിനെ കാണാണ്ട് ഒരുപാട് സങ്കടത്തിലായിരുന്നു ആന്റി എന്ന് എനിക്ക് അറിയാം. കുഴപ്പമില്ല, സന്തോഷമായില്ലേ? കുഴപ്പമില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. ആരാണ്?
എന്റെ പേര് സുരേഷ് എന്നാ. സുരേഷ്. നമ്മൾ വിളിച്ചിട്ടുണ്ടോ ചേട്ടാ? എന്താ? നേരത്തെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെ വിളിച്ചിട്ടില്ല. ആഹാ. നമ്മുടെ ഷോയിൽ വിളിച്ചു. നിങ്ങളെ കോംബോ വിളിച്ചിട്ടില്ല, ഷോയിൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഷോയിൽ വിളിച്ചിട്ടുണ്ട്. എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ ദുബായിന്ന്. ദുബായിൽ എവിടെ? ദുബായില് നമ്മുടെ അൽഗിസീസ് ഇൻഡസ്ട്രിയൽ 15 തർജീലിന്റെ അവിടെ. ആഹാ, ഓക്കെ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. നമ്മൾ എത്ര നാളായി ഇപ്പൊ വിളിച്ചിട്ട്? ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തോ ഗിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട്? എന്തായാലും പോയി ചെയ്തിട്ടുണ്ടല്ലോ. എന്തായിരുന്നു കിട്ടിയേ? എനിക്കിപ്പോ റീസെന്റ് കിട്ടിയത് ദുബായ് ക്രോക്കഡൈൽ പാർക്കാണ്. ആണോ? എന്നിട്ട് പോയോ? ഞാൻ പോയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ. അടിപൊളി, സന്തോഷം. എന്തായാലും നിങ്ങളൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വെയിറ്റിംഗ്. അതെ, അത് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് പോയിട്ടുള്ളതായിരുന്നു? ഞാനും വൈഫും എന്റെ നീസും കൂടെ പോയി. ആണല്ലേ? നീസ് ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നല്ലോണം എൻജോയ് ചെയ്തു. ആണല്ലേ? അപ്പൊ ഇന്ന് ഇപ്പൊ ഗിഫ്റ്റ് അടിച്ച ആർക്കായിരിക്കും കൊടുക്കുന്നത്? നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ പോവോ അതോ വേറെ ആർക്കെങ്കിലും കൊടുക്കോ? വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കും. പുതിയ ആൾക്ക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അടിപൊളി. അങ്ങനെ കൊടുക്കാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും? അത് ഓൾറെഡി വൈഫിന്റെ കൊളീഗിന് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്ക് ഓൾറെഡി ബുക്ക് ആണ്, കിട്ടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കണം. പക്ഷെ നമുക്കത് അറിയത്തില്ല കേട്ടോ. എനിക്കറിയാം. പക്ഷെ നിങ്ങൾ തന്നെ ഒന്നുകൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം, അടിപൊളിയായിരിക്കും. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് ഞാനും വൈഫും. ആണല്ലേ? വൈഫ് വർക്കിംഗ് ആണോ? വൈഫ് വർക്കിംഗ് ചെയ്യുന്നു. നാട്ടിലെവിടായിരുന്നു പറഞ്ഞേ? നാട്ടില് തിരുവനന്തപുരം. എവിടെ? തിരുവനന്തപുരത്ത് പേയാട്. പേയാട്. അറിയാവോ? അറിയാം. ഇവിടെ ഒരുപാട് വർഷമായ ദുബായില്? ആരെങ്കിലും തിരുവനന്തപുരം അറിയാവുന്നവരുണ്ടോ? എന്റെ ഫാദറിന്റെ ഫാമിലി അവിടെയാണ്, PMG. അതെ അതെ അതെ. PMG നമ്മുടെ നന്ദൻകോട് ജംഗ്ഷനിലേക്ക് പോവില്ലേ, അവിടെ ചോയ്സ് ഹൈറ്റ്സ് അവിടെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? അല്ല, ഞാനിവിടെ പറഞ്ഞ നന്ദൻകോട് പോകുന്ന റോഡെന്ന് പറഞ്ഞു. അപ്പൊ ട്രിവാൻഡ്രം എപ്പോഴും പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു റോയൽ സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ട്രാവൽ കൊച്ചി പോലെ ബിസി എന്ന് പറയാനും പറ്റത്തില്ല, പക്ഷെ ഒരു ഭയങ്കര ഒരു റിച്ച് ലുക്കാണ് അല്ലേ? അതെ അതെ. പക്ഷെ ഇപ്പൊ പഴയ റിച്ച് ലുക്ക് ഒക്കെ പോയിന്ന് തോന്നുന്നു. ആണോ? എന്തെറ്റി? റോഡ്സ് ഒക്കെ ഭയങ്കര പ്രോബ്ലം വന്നിട്ട് എല്ലായിടത്തും പണി അതും ഇതും ഒക്കെ ആയിട്ട് എന്തായാലും റിച്ച് ലുക്ക് ഒക്കെ വരട്ടെ. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അതെ, ക്യാപിറ്റൽ സിറ്റിയും കൂടെ ആയതുകൊണ്ടേ നമുക്ക് ആ ഒരു പറഞ്ഞാലും സ്വന്തം നാടെന്ന് പറയുമ്പോൾ അതൊരു ഫീലിംഗ് ആണ്. അതെ. ഗെയിം അറിയാലോ വിളിച്ചിട്ടുള്ളതുകൊണ്ട്? അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. സ്റ്റാർട്ട്. എല്ലാവർക്കും നമ്മുടെ ഗെയിം അത്രയ്ക്ക് അവര് പഠിച്ചു വെച്ചതാണ്. ആ സ്റ്റാർട്ട് ഒന്നും കൂടെ പറയോ? ഇനി സ്റ്റോപ്പ് പറഞ്ഞോ. ഗെയിം തുടങ്ങി. സ്റ്റോപ്പ് പറയട്ടോ. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഈ മെഷീൻ കലിപ്പന. ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ആകത്തില്ല, സ്റ്റോപ്പ് ആകത്തില്ല. ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. ഇവന് ചില സമയത്ത് മൂഡ് സ്വിങ്സാ. കണ്ടോ? അതുകൊണ്ട് നമ്മൾ അടിപൊളിയാണ് തന്നിരിക്കുന്നത്. യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. അതിനെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചു പാവാട്ടോ. അതെ, ഇതെപ്പോഴും വന്നാലും ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ പറയും, ഞാൻ തന്നെ എന്തിനാ എന്റെ കുഴി വെട്ടണം, നിങ്ങൾ വെട്ടിക്കുമെന്ന് പറയും. അയ്യോ, കിട്ടിയില്ലേ? അതല്ല, നിങ്ങൾ വെട്ടിക്കുമെന്ന് നിങ്ങൾ നമ്മൾ തീരുമാനിച്ചോളെ ഏതാന്നുള്ളത്. ഇപ്പൊ ആര് വെട്ടി? നിങ്ങൾ വെട്ടിക്കോ. എന്തോ വെട്ടി ഇപ്പൊ. പക്ഷെ നിങ്ങൾ പറയണത് യുവർ ചോയ്സ് എന്നുള്ള കാറ്റഗറി നമ്മളോട് തന്നെ നമ്മളോട് തന്നെ ചൂസ്. ഓക്കെ, ഓഡിയോ തരട്ടെ? ആയിക്കോട്ടെ, നോക്കാം. ഓക്കെ, അപ്പൊ ടിവിയിൽ സൗണ്ട് കൂട്ടി വെക്കാൻ പറ്റുള്ളൂ? ഫോണിൽ നിന്നുള്ള കണക്ഷൻ പോകരുത് കേട്ടോ. അവസാനം ടിവി വെച്ചിട്ട് പോവുകയും ചെയ്യരുത്, അവിടെ തന്നെ കാണണം. രണ്ടും വേണം. ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യമാണ്. ഞാനത് ഡാർലിംഗ്. ഓ, എനിക്ക് ഭയങ്കരമായിട്ടാ. എന്തായാലും ലോക്ക് ചെയ്തു. ശരിക്കും ഈ സിനിമ ഒട്ടും ഇതാവത്തില്ലേ? ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ ഓർമ്മയുണ്ട്.
ഏസപ്പ ഡാർലിംഗ് ഡാർലിംഗ് കറക്റ്റ് ഉത്തരവാണ്. അടുത്തിലേക്ക് പോകാം. ആയിക്കോട്ടെ. അപ്പോ സ്റ്റാർട്ട്. അടിപൊളി. ഓടിയോ? ഇഷ്ടപ്പെട്ട തുടങ്ങി തോന്നുന്നു. സ്റ്റോപ്പ്. നിന്ന് പറഞ്ഞപ്പോ തന്നെ മ്യൂസിക് ആണ് വീണ്ടും തന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും ടിവിയുടെ സൗണ്ട് അങ്ങനെ തന്നെ വെച്ചോ, കൂട്ടി വെച്ചു. ഓക്കെ. വ്യൂഹം ഓഗസ്റ്റ് ഒന്നോ? ഏതാണ് ഇത്? ഓഗസ്റ്റ് 1. വ്യൂഹം ഓഗസ്റ്റ് 1 ഒരു CBI ഡയറി കുറിപ്പ്. ഓഗസ്റ്റ് 1 പറഞ്ഞല്ലേ? അത് അടിപൊളി. കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ? വ്യൂഹമാണ് ഓഗസ്റ്റ് 1. അയ്യോ, വ്യൂഹത്തിലേക്ക് പോയാൽ നന്നായില്ലേ? അപ്പൊ എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കളിക്കുക. നമുക്ക് അടുത്തൊരു ക്രോക്കഡൈൽ പാർക്കും കൂടെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. സ്റ്റാർട്ട്. ഇറങ്ങിയോ? സ്റ്റോപ്പ്. പറയുമ്പോ അപ്പൊ തന്നെ കറങ്ങിയിരിക്കും. സ്റ്റോപ്പ്. ഓഡിയോ. വീണ്ടും ഓഡിയോ. അടിപൊളി. വീണ്ടും അങ്ങനെ തന്നെ ടിവിയുടെ സൗണ്ട് വെച്ചു. അവരെന്ത് ഇഷ്ടപ്പെട്ട് തുടങ്ങി? കൊണ്ടേ പോവും. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓടാറില്ല. അത് നല്ല നല്ല കാറ്റഗറി. എന്റെ പകരക്കാരനാവാൻ, ഇവക്ക് ഭർത്താവാകാൻ, ഇവന്റെ അച്ഛനാകാൻ പറ്റോ? പറ്റോ നിനക്ക്? കലാപൻ മണിയെടുത്തില്ല അല്ലേ? നാട്ടുരാജാവ് ചന്ദ്രോത്സവം ഒന്നാമൻ. നാട്ടുരാജാവ്. ഓ എനിക്ക് വയ്യ, തകർപ്പോന്ന് നോക്കട്ടെ. ലാസ്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പൊ വീണ്ടും നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഗിഫ്റ്റ് അടിക്കുമോ നമുക്ക് നോക്കാം. ഇന്ന് വേറെ വിന്നേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നത്. ഓക്കെ. അതല്ലെങ്കിൽ മജ്ലസിന്റെ ഗ്രീൻ ഒലിവ്സിന്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കുന്നതാണ്. 800-825-825 വിളിച്ച് കൺഫേം ചെയ്യണം. ഇനി അതല്ല, ഇവിടെ വന്ന് നിങ്ങൾ ഗിഫ്റ്റ് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉജാലയുടെ ഗിഫ്റ്റ് ആമ്പറും കൂടെ തരുന്നതാണ്. അടിപൊളി. ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ? എന്തായാലും ബ്രേക്ക് അനിവാര്യമാണ്. പക്ഷേ ബ്രേക്ക് എടുത്തിട്ട് ഓടി. Welcome back to 3-in-1 in association with Talrock and Time Express Cargo. Our gift sponsored by Al Majlis Restaurant, Green Olive Salon and Dubai Crocodile Park and special gift hamper from Ujala. Yes. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട് അല്ലേ? Yes. Hello. Hello. Good evening. ഗുഡ് ഈവനിങ്. Good evening. Welcome to 3-in-1. സ്വാഗതം. താങ്ക് യു. ആരാണിത്? ഗൗതം. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ആണോ? എനിക്ക് അറിയില്ല തോന്നുന്നു കേട്ടോ. എനിക്ക് ഗൗതത്തെ അറിയില്ലാന്ന് തോന്നുന്നു. എനിക്ക് ശബ്ദം. ഗൗതം നമ്മുടെ ഒരു അടിപൊളി എന്താ പറയാ, നമ്മുടെ കോളറാണ്. അപ്പൊ എനിക്ക് അറിയാനുണ്ട് ഗൗതത്തിനെ പറ്റി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്നെ ഉണ്ടെന്ന് പറയോ? ഗൗതം ഒരു സൂപ്പർ സ്റ്റാർ അനിയനും കൂടെ ഉണ്ട് അല്ലേ ഗൗതം? എനിക്ക് ആളോട് സംസാരിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിന് പിന്നിലുള്ള? ഭയങ്കര ക്യൂട്ടാണ് സംസാരമൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ ആരൊക്കെ വീട്ടിലുണ്ട്? എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മൂമ്മയുണ്ട്. ഓ അടിപൊളി. എനിക്ക് ഭയങ്കര ചെറിയ കുട്ടിയാണോ അനിയൻ? ആണോ? എത്ര വയസ്സുണ്ട് അനിയൻ? എത്ര വയസ്സുണ്ട്? അവന് 8 വയസ്സ്. ഗൗതം ഏത് ക്ലാസ്സിലാ? എനിക്കറിയണം. അറിഞ്ഞു. ഗൗതം ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ 10th അല്ലേ? ഓക്കെ. ഷാർജയിലാണ് താമസം? അതെ. ഓക്കെ. നമ്മളെ വിളിച്ചിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സുജി പറയുന്നുണ്ട് ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കോളറാന്നൊക്കെ. അതെ. ഗൗതം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം എന്താ? അനിയനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്? ടിവിയുടെ റിമോട്ടിനെ കൊണ്ട് വഴക്കുണ്ടാക്കാറുണ്ടോ? അതാ എന്താ മെയിൻ കാര്യം? ഇല്ല. പിന്നെ ഗൗതം TV കാണത്തേ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? ഫോണിന് വേണ്ടി ഞാൻ കാണും. ഫോണിന് വേണ്ടി പഠിക്കാനൊക്കെ ഉള്ളോണ്ട് ഫോണിന് വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ടോ? അതും ഇല്ല. നല്ല കുട്ടിയാ. അപ്പൊ ശരിക്കും എനിക്ക് വയ്യ. ഇടയ്ക്കൊക്കെ ചുമ്മാ ഇങ്ങനെ ചൊറിയാൻ വരും. ഇടയ്ക്ക് അവൻ ചൊറിയാൻ വരുമ്പം
ഞാൻ കൊടുക്കും, അത്രയല്ലേ ഉള്ളു അല്ലേ? നല്ല ഇടി കൊടുക്കുവോ? ഇല്ല ഞാൻ വഴക്ക് പറയും. അതായത് നീ ഒന്ന് വരുമോ, റൂമിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക, പഠിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് പറയും. അത് ശരിയാണ്, മോശമല്ലേ? ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ചേട്ടൻ പഠിക്കണം. അനിയന്റെ പേരെന്താ ഗൗതം? അനിയന്റെ പേരെന്താ? അലോക്. അലോക്, നല്ല പേരാണ്. കൊള്ളാം എന്തായാലും രണ്ടുപേരും. നിങ്ങൾ എവിടെ നാട്ടില്? നാട്ടില് കൊല്ലം. കൊല്ലം, ഓക്കെ. കൊല്ലത്ത് എവിടാ? കൊല്ലത്ത് ചിന്നക്കട അറിയോ? അറിയാം, എനിക്കും അറിയാം. പേര് മാത്രം, ഡീറ്റെയിൽസ് അറിയില്ല. ആ എന്നുവെച്ചാൽ നമ്മൾ ഈ കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിന് തിരിച്ചു ചോദിക്കരുത് കൊല്ലത്ത് എവിടെ, ചിന്നക്കട അറിയോ അങ്ങനെ ചോദിക്കരുത്. ചിന്നക്കട എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ. ഇവിടെ ഒരുപാട് വർഷമായോ? ഇവിടെ ഞാൻ 7 വർഷം. എല്ലാരും 7 വർഷം. അച്ഛൻ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അച്ഛൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ? നാട്ടിലെ സ്കൂളൊക്കെ മിസ് ചെയ്യോ? ചെറുതായിട്ടുണ്ടായിരുന്നു. നാട്ടിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയാലും അവരെയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ബാക്കിയുള്ളവരുടെ നമ്പറൊന്നും ഇല്ല. ആണോ? ഓക്കെ. ഇപ്പൊ എന്തായാലും വിഷമമൊക്കെ മാറി ഇവിടെ സെറ്റിൽ ആയല്ലോ. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ആയി. അതെ അതെ, ആദ്യമുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ ഫുൾ ഇത്രയും വർഷങ്ങൾ ഇവിടെ ആയതുകൊണ്ട്. പിന്നെ ഗൗതം പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും, പക്ഷെ എനിക്ക് തൊണ്ട വയ്യ. ഇന്നിപ്പോ ഒരുപാട് പേർക്കുണ്ടല്ലോ. എന്താണ്? അങ്ങനെയൊന്നുമില്ല കേട്ടോ, കൂവൊന്നുമില്ല ഞങ്ങള്. ഒരിക്കലും ഇല്ല. എന്റെ തൊണ്ട വയ്യ. പിന്നെ എന്താ അറിയോ, പൊതുവെ ഈ പാട്ടുകാർക്കുള്ളതാണ്. ചെറിയ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ തന്നെ അവർ പറയും എനിക്ക് വയ്യ, തൊണ്ട വയ്യ, എനിക്ക് സൗണ്ട്. എന്തായാലും പാടുന്ന തൊണ്ട വയ്യ. പക്ഷെ ഞാൻ ഇതൊരു പാട്ട് കേട്ടില്ല കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഓർത്ത് വെച്ചോളാം ഇത്. പാട്ടിന്റെ കാര്യം പാട്ട് പാടാനായിട്ട് ഞങ്ങളെ വിളിക്കണം കേട്ടോ ഒരു ദിവസം. വിളിക്കും. നമ്മുടെ കുഞ്ഞ് അനിയൻകുട്ടൻ പാടുവോ? വേണ്ട, ചോദിച്ചിനി വെറുതെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമിൽ പാടുന്നത് എല്ലാം കൂടുതൽ ബാത്റൂം സിംഗേഴ്സ് ആണല്ലോ. അതെ, പുറത്തോട്ട് ഇറക്കി ഒന്ന് പാടിപ്പിച്ചു നോക്കും ഒരു ദിവസം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും. പിന്നെ ഇപ്പത്തെ 10th ക്ലാസ്സിലല്ലേ, ഇപ്പത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഗൗതം? ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ 10th ഒക്കെ റിസൾട്ട് വന്നു, 10th 12th ഒക്കെ. അതല്ല, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും റിസൾട്ട് ഒക്കെ കണ്ടിട്ട്? കുറച്ച് ടെൻഷൻ കൂടി. എല്ലാവർക്കും 90, എല്ലാം 95, 97, 99. അപ്പൊ നമുക്ക് അടുത്ത വർഷം ഗൗതമിന്റെയും കേൾക്കാം. എന്തായാലും നല്ല പെർസെന്റേജ് ഒക്കെ കിട്ടിട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. എന്താ കളക്കി കൊടുത്തു ഇടയ്ക്ക്? GK ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് GK എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റെഡി അല്ലേ? റെഡി. ഓക്കെ. GK ഒക്കെ ഗൗതമിന് ഭയങ്കര കാണാപ്പാടം തോന്നുന്നുണ്ട്. എനിക്കും അതെ, ഞാനും അങ്ങനെ ഗൗതം ചോദിച്ചോട്ടോ. കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഹരിപ്പാട്, ഗുരുവായൂർ, ചോറ്റാനിക്കര. ക്ഷേത്ര നഗരോ? ഭയങ്കര ഈസി അല്ലേ? ഗുരുവായൂർ അമ്പലമുണ്ട്, പിന്നെ ഹരിപ്പാട്. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. പെട്ടെന്ന് ഓപ്ഷൻ തരൂ. ഗുരുവായൂർ, ഹരിപ്പാട്, ചോറ്റാനിക്കര. ഗുരുവായൂർ നമുക്ക് അതിലൊക്കെ നോക്കാം. ഗുരുവായൂരാണോ? നമുക്ക് നോക്കാം. ഹരിപ്പാട്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഉള്ളതിനെയാണ് ക്ഷേത്ര നഗരം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ ഹരിപ്പാട്. പക്ഷെ എല്ലാരും ഗുരുവായൂരിലേക്കാണ് അവർ മൈൻഡ് പെട്ടെന്ന്. ഗുരുവായൂർ നമ്മുടെ മെയിൻ ഗുരുവായൂർ അമ്പലം അല്ലേ? എന്റെ മൈൻഡ് പോയത് ഗുരുവായൂരിലേക്കായിരുന്നു. എന്തായാലും ഹരിപ്പാടാണ് കേട്ടോ കറക്റ്റ് ആൻസർ. കൊല്ലം ഹരിപ്പാടൊക്കെ അടുത്തടുത്തല്ലേ? പോയിട്ടുണ്ട് ഹരിപ്പാട്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞാൽ മതി ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന ഇതിനെയാണെന്ന്. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. അനിയും കുട്ടിനെ കൊണ്ടും കൂടെ വിളിപ്പിക്കണം. ഗൗതം പോയി കഴിഞ്ഞു. ഹരിപ്പാട് ഏത് ക്ഷേത്രമാണുള്ള ക്ഷേത്രങ്ങൾ? ഹരിപ്പാട് എനിക്ക് കുറെ ക്ഷേത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ള എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യ, അങ്ങനെ ശ്രീ മണ്ണാറശാലയുണ്ട്, അതായത് നാഗരാജാവിന്റെ ഒക്കെ അമ്പലം. പിന്നെയുണ്ട്, അതെ, ഒരുപാട് അമ്പലങ്ങളുണ്ട്. ശരിക്കും ആ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ക്ഷേത്ര നഗരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടൊരു എക്സ്പ്ലനേഷനിലേക്ക് പോകത്തില്ല അല്ലേ? പെട്ടെന്ന് നമ്മുടെ മനസ്സ് ഗുരുവായൂരിലേക്ക്. പക്ഷേ ഹരിപ്പാട്
ഇത്രമാത്രം ക്ഷേത്രങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഒന്നും നമുക്ക് അറിവുകളാണ്. നമ്മൾ ഇനി പിന്നെ അടുത്ത ചിന്ത പോണത് ഹരിപ്പാട് ഏതൊക്കെ ക്ഷേത്രം, ഇപ്പം എന്നെ പോലെ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നതാണ്. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുക, അറിവുകൾ തരുകയും ചെയ്യുന്നതാണ് ഒരു വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ UBL ബിസിനസ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. നാളെയാണ്. നാളെ 6:30 to 9:30 നമ്മുടെ ക്രൗൺ പ്ലാസ ദേറ ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ ഇതിന്റെ ടോപ്പിക്സ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടായി, ഒന്നുകൂടെ പറയാം. AI and automation in business startup ecosystem, ബിസിനസ് മാസ്റ്റർ പ്ലാൻസ്, ഇതിലായിരിക്കും നാളെ ഡിസ്കഷൻ നടക്കാൻ പോകുന്നത്. സോ നമ്മുടെ സ്പീക്കേഴ്സ് മിസ്റ്റർ ഫൈസൽ റഹ്മാൻ ഫ്രം ദ പ്രോഫിറ്റ് ജനറേറ്ററിന്റെ ബിസിനസ് കോച്ച് ആൻഡ് ഓത്തർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചെയർമാൻ ഡോക്ടർ ബിബി ജോൺസ് ജോസഫ് ഫ്രം ഡയറക്ടർ ആൻഡ് CEO ഓഫ് ടാൽറോപ്പ്, മിസ് റീം ഖാൻ ഡയറക്ടർ ഓഫ് GCC ഓപ്പറേഷൻസ് ടാൽറോപ്പ്. അപ്പൊ ഇത്രയും പേരായിരിക്കും നാളെ ഇവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ തരുന്ന ഫോൺ നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം നാളെ അവിടെ പ്രസന്റ് ആവുക 6:30 to 9:30. അപ്പോ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ബിസിനസ് ഓൺട്രപ്രണേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്പർ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. 054-994-1537 056-422-0300. അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് നമ്മൾ ഒന്നും കൂടെ സ്ക്രീനിലും കൂടെ കാണിക്കാം. നമ്പർ മെൻഷൻ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. 054-994-1537 ആൻഡ് 056-422-0300. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരിക്കും നാളത്തേത് 6:30 to 9:30 ക്രൗൺ പ്ലാസ ദേറ ദുബായിൽ വെച്ചിട്ട്. അപ്പൊ റിനു, വേറെ എന്താണ് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഒരുപാട് സിനിമകളൊക്കെ എന്തൊക്കെ കുറെ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. വിശേഷങ്ങൾ ഞാൻ അങ്ങനെയാണ്, ചില സമയത്ത് പെട്ടെന്ന് മറന്നു, എന്താണെന്ന് അറിയത്തില്ല. അരണയുടെ സ്വഭാവമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. വാട്ടെവർ ഒരുപാട് സിനിമകൾ കണ്ടു. ഞാൻ പറഞ്ഞില്ല, ആവേശം മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പലതരത്തിലുള്ള റിവ്യൂസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ആവേശം കണ്ടു. പിന്നെ എന്താണ് മാരിവില്യൻ ഗോപുരങ്ങൾ കണ്ടു. എനിക്ക് തോന്നുന്നത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടു. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വിൻസി അലോഷ്യസിന്റെ ക്യാരക്ടറാണ്. എന്താ വെച്ചാൽ ആളിപ്പോ എല്ലാതരം ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ പോലത്തെ കിളിപോയ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. പക്ഷെ അതിനെ നന്നായിട്ട് ഡയലോഗ് ഡെലിവറി ആയാലും എന്താ നന്നായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇന്ദ്രജിത്ത് നടനെ ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി ആള് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനോട് നീതി പുലർത്തിയിട്ട് ആള് ചെയ്യാന്നുള്ളൊരു ഒരു സ്പെഷ്യാലിറ്റി ആളിലുണ്ട്. പിന്നെ ശ്രുതി ചന്ദ്രൻ, ഐ തിങ്ക് ശ്രുതിയാണ് അതിൻ്റെ ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. നോർമലി ഒരു ഫാമിലിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, പക്ഷെ അതിനെ കുറച്ച് നർമ്മ കലർത്തിയിട്ട് ചെയ്തെന്നുള്ളവർ ആവേശം പറയേണ്ട ആവശ്യമില്ല. വല്ലാത്തൊരു ആവേശം തന്നെയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് മൂവി കണ്ടത്. അതിൻ്റെതായിട്ടുള്ള ഒരു രസം ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, രസക്കുറവുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പോയി കണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളൊക്കെ ഒരു +2 ഒക്കെ കഴിയുന്ന കാലഘട്ടത്തിൽ പുറത്തേക്ക് പിള്ളേരെ വിടാൻ വേണ്ടിയിട്ട് ഭയങ്കര സിനിമയ്ക്ക് ഒരുതല്ല, പക്ഷെ അതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. പുറത്തേക്ക് പിള്ളേരെ കൂടുതലും എസ്പെഷ്യലി ബാംഗ്ലൂർ എന്ന് പറയുമ്പോ തന്നെ ആരും എഗ്രി ചെയ്യില്ലായിരുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാലും കണ്ടാലും മതി. അതെ, പെട്ടെന്ന് ഈവൻ ചെന്നൈ ആയാലും വേറെ എവിടെ വിട്ടാൽ പോലും ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും കുറച്ചൊന്ന് റെസ്ട്രിക്ട് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ ഒരു കൂട്ടം കുട്ടികളെ കാണിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടുന്ന് നമ്മുടെ നാട് വിട്ട് പോയാൽ നമ്മൾ ഓക്കെ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഏജിൽ നമുക്ക് എല്ലാം ശരിയായിട്ട് ഏജാണ്. അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ പ്രശ്നങ്ങളിലേക്കാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന രംഗാനനെ പോലെ ഒന്നും കാണത്തില്ല. വരുന്നത് അതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഇത് സിനിമയായതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പിന്നെ നമുക്കൊരു നെഗറ്റീവ് ഇമേജ് പോകാത്ത രീതിയിൽ അവരത് ചെയ്തെങ്കിലും ലൈഫിൽ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും, കാരണം ഒരു 16-17 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഹയർ സ്റ്റഡീസും കാര്യങ്ങളായിട്ട് കൂടുതലും ഔട്ട് ഓഫ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ റിനു ഒന്ന് ചിന്തിച്ചു നോക്കാം, അന്നത്തെ ആ ഒരു ഇതിന്ന് ഇന്ന് വരുമ്പോൾ എന്തോരം ആ ഒരു യാത്ര പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ കഴിഞ്ഞാൽ ചെറിയ ഏജിൽ തന്നെ അവർക്ക് ഫ്രീഡം ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം അറിയാം. ആ ഒരു ഏജിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോഴായിരിക്കും ഫോണ് കാര്യങ്ങൾ എത്രമാത്രം. എനിക്കിപ്പം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു കാലഘട്ടം തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ കാണിച്ചു വരുന്നൊക്കെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ചീത്ത കൂട്ടിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അന്നും ഇന്നും ഉണ്ടായിരുന്നു. കുട്ടികൾ ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെന്ന് പെടാൻ സാഹചര്യങ്ങൾ അന്നും ഇന്നും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് നെഗറ്റീവ്സിലേക്ക് ചെന്ന് പെടാറുണ്ട്. കാരണം
കൂടുതൽ നമ്മൾ ഇന്നൊരു ഇന്റർനെറ്റ് യുഗത്തിൽ താമസിക്കുന്നത്. എല്ലാം അവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്. എല്ലാം വേണം. സിനിമ കാണുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ്. അതിൽ നിന്ന് പക്ഷെ നല്ല മെസ്സേജസും ഉണ്ട്, നല്ല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക. ഇനി ബാംഗ്ലൂർ പോയാൽ അടിച്ചു പൊളിക്കാം ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് സിനിമ മാത്രമാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇതാക്കരുത്. പക്ഷെ ആ സിനിമയുടെ മേക്കിംഗ് ഫഹദ് ഫാസിൽ ഫഫ എന്ന് വിളിക്കുന്ന ഫഹദ് ഫാസിൽ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാല് എന്താ കണ്ടില്ലേ, എനിക്കിനി ഒരു പ്രാവശ്യം കൂടെ കാണണം. എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടാലേ എനിക്ക് ഒരു സെക്കൻഡ് ടൈം എക്സ്പീരിയൻസിന് ഉള്ള ഒരു ഇതുണ്ടാവും മൂവി. എന്താണ് ലാസ്റ്റ് അതുപോലെ നമ്മൾ ഇതിനെ പറ്റിയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം ഇന്നൊരു വിന്നറെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അപ്പൊ നമ്മുടെ ഈ വീക്കിലെ 3-in-1 നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സുരേഷ് ആണ്. അതെ, സുരേഷ് നമ്മളെ വിളിച്ചിരുന്നു, ക്രോക്കഡൈൽ പാർക്കിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിരുന്നു. സ്റ്റിൽ സുരേഷിന് ഒരു ടിക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്നും കൂടെ പോണം. കാരണം നമുക്ക് ഈവൻ നമ്മൾ ചിന്തിക്കാറുണ്ട് ഒന്നും കൂടെ പോകണം എന്നുള്ളത്. അന്ന് നമുക്ക് ഒരുപാട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്തു. പക്ഷെ എന്നാലും ഒന്നും കൂടെ പോകാനുള്ള വെർത്ത് ഉണ്ട് അവിടെ. ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സുരേഷിനാണ്. അപ്പൊ എന്തായാലും അപ്പൊ ഇന്ന് വിളിച്ച എല്ലാവർക്കും, പുതിയതായിട്ട് വിളിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമ്മള് ഇന്ന് 3-in-1 വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീക്കില് ഞങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ പുതിയ കാര്യങ്ങളും പുതിയ ക്വസ്റ്റ്യൻസും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. So until then, this is signing off, Sujita. This is Reenu. Bye bye. Good night.